സാഹചര്യം കൂടിയുണ്ട്. തസ്ലിമയെ കേസുകളിൽ സഹായിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന സഹോദരൻ പറയുന്നുണ്ട്. ലൈംഗിക പീഡന കേസിൽ ജാമ്യത്തിൽ പുറത്തിറക്കാൻ IG സഹായിച്ചു. ഇവർക്ക് മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും സഹോദരൻ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. അല്ലെ കോടതി കറക്റ്റാണെന്നുണ്ടെങ്കിൽ അതായത് ഈ അന്വേഷണ സംഘം ഇതിനകത്ത് കുറെ കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? ഉറപ്പായിട്ടും അതിനകത്ത് സംശയം എന്താ? കാരണം ഞാൻ പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ഇതേ കേസിൽ, അതായത് ക്രിസ്റ്റീന റെസിഡൻസിൽ വെച്ചിട്ടുണ്ടായ കേസിന്റെ പേരിൽ ഞങ്ങളുടെ ഒരു കുടുംബത്തിലുള്ള ഒരാൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ അവരോട് ചോദിച്ചിരിക്കുന്നു IG നമ്പർ വേണം, കേരള IG നമ്പർ വേണം, നിങ്ങൾ വിളിച്ചു ചോദിക്കുക, ഞാനിതിനകത്ത് തെറ്റുകാരിയാണോ എന്ന് വിളിച്ചു ചോദിക്കുക. തസ്ലിമയുടെ സഹോദരൻ, തസ്ലിമ എന്ന രാജിയുടെ സഹോദരനാണ് ഇപ്പോൾ ന്യൂസ് 18നോട് ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് എന്നുള്ളതാണ്. വലിയ ഉന്നത പോലീസ് ബന്ധങ്ങൾ ഉണ്ട് തസ്ലിമയ്ക്ക് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അത് സഹോദരന്റെ വാക്കുകളിലൂടെ, കാരണം അനുഭവസ്ഥനാണ്, നിരവധി തവണ ഇവരുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ബന്ധങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ അറിയിക്കാനുള്ളൊരു വ്യഗ്രത കൂടി ഈ തസ്ലിമയ്ക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ സഹോദരനും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ തസ്ലിമ പലപ്പോഴും ശ്രമിച്ചിരുന്നു എന്നുള്ള സുപ്രധാന വിവരങ്ങൾ കൂടിയുണ്ട്. അങ്ങനെയാണ് സഹോദരൻ ന്യൂസ് 18നോടും ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. കാര്യം ഇവരൊക്കെ വലിയ ഭീഷണിയിലാണ്. സഹോദരനെ പോലും കൊലപ്പെടുത്താനുള്ള കൊട്ടേഷൻ കൊടുത്ത ഒരു സ്ത്രീ കൂടിയാണ്, ഒരു സഹോദരി കൂടിയാണ് തസ്ലിമ എന്നതുകൂടി ഓർക്കണം. നമുക്കിത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ശരണ്യ, ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. പോലീസിന്റെ നമുക്കറിയാം, നമ്മുടെ പല കേസുകളും അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ചാൽ ചെമ്പ് തെളിയുമ്പോൾ ഉന്നത പോലീസ് ബന്ധങ്ങൾ, ഉന്നത എക്സൈസ് ബന്ധങ്ങൾ, അല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ള മറ്റു ബന്ധങ്ങളൊക്കെ വളരെ വ്യക്തമായി പലപ്പോഴും പുറത്തു വരാറുണ്ട്. അത് അന്വേഷണത്തിൻ്റെ പല ഘട്ടങ്ങളിലും മാധ്യമങ്ങൾക്ക് ലഭിക്കാറുണ്ട്. പക്ഷേ അന്തിമ ഫലം വരുമ്പോൾ ഇത്തരം ബന്ധങ്ങൾക്കൊന്നും പ്രസക്തി ഉണ്ടാവില്ല. മറ്റു പല ആളുകളും ബലിയാടാകും. ഒരുപക്ഷെ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടും, പുറത്തിറങ്ങും, അനസ്യൂതം ഈ പറഞ്ഞ ആളുകളുടെ സഹായത്തോടുകൂടി ഇത്തരം പ്രവർത്തികൾ തുടരും. അത് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ മാധ്യമ ജീവിതത്തിലൊക്കെ. ഈ സമാനമായി തന്നെ വലിയ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു തസ്ലിമയെന്നും ആ ബന്ധങ്ങളിൽപ്പെട്ട് ഇവർ രക്ഷപ്പെടുമെന്നുള്ള ഭീതിയും ഈ സഹോദരനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാ വശങ്ങളും അന്വേഷിക്കണമെന്ന് സഹോദരൻ ആവശ്യപ്പെടുന്നത്. അതെ, ആ കുട്ടികളെ കുറിച്ചൊക്കെ നല്ല ആശങ്ക അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അതായത് ഇവര് കാരിയറായി കുട്ടികളെ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുമ്പോൾ, അതായത് ഈ സംഭവം നടന്നതിന് ശേഷം അദ്ദേഹം തസ്ലീമയുടെ ഭർത്താവ് സുൽത്താനുമായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ആദ്യം അദ്ദേഹം ചോദിച്ചത് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ന്യൂസ് 18ന്റെ വാർത്ത കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹം വിളിച്ചു ചോദിച്ചതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഈ നമ്മളുടെ വാർത്തയുടെ ലിങ്ക് ഉൾപ്പെടെ ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി. നമ്മൾ വിളിക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹം നമ്മളെ ഈ സഹോദരൻ നമ്മളെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഈ ലിങ്ക് അയച്ചു കൊടുത്തതിന് ശേഷം ഇയാൾ ആദ്യം സുൽത്താനുമായി സംസാരിക്കുമ്പോൾ പറഞ്ഞത് കുട്ടികൾ പോയിട്ടില്ല, തനിക്കും ഇത് സംബന്ധിച്ച് യാതൊന്നും അറിയില്ല എന്നുള്ള മറുപടിയാണ് സുൽത്താൻ നൽകിയത് എന്നുള്ളതാണ്. അതിനുശേഷം ന്യൂസ് 18ന്റെ വാർത്തയുടെ ലിങ്ക് അയാൾക്ക് അയച്ചു നൽകി. നമ്മളുടെ ദൃശ്യങ്ങൾ സഹിതം ഈ സുൽത്താൻ അയച്ചു നൽകിയ ഘട്ടത്തിൽ പോലും അയാൾ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഈ കുടുംബത്തോട് സ്ഥിരീകരിച്ചിരുന്നില്ല. ഈ സഹോദരൻ നമ്മളോട് ചോദിച്ചാണ് ഇവരോടൊപ്പം കുട്ടികൾ ഉണ്ടായിരുന്നു, കുട്ടികൾ എങ്ങനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ സഹോദരൻ നമ്മളോട് ചോദിച്ച് പിന്നീട് മനസ്സിലാക്കുകയായിരുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. തുടക്കകാലം മുതൽ ഇവർ നേരിട്ട് വന്നിരുന്ന പ്രതിസന്ധികൾ, ഈ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ഈ തസ്ലീമയും ഉൾപ്പെടെ, പ്രത്യേകിച്ച് ഇവർ ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ക്യാൻവാസിങ്ങും കാര്യങ്ങളും ഒക്കെ ആയി അങ്ങനെ കർണാടക കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്. കൃഷി ബേസ്, അവരുടെ തുടക്കം കൃഷിയായിരുന്നെങ്കിൽ പോലും അങ്ങനെ ജോലി ചെയ്ത് പോകുന്ന വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു മേഖലയിൽ തന്നെ, ഇത്രയും ലാംഗ്വേജ് ഒക്കെ അറിയാവുന്ന ഒരാളെ ആ ഒരു മേഖലയിൽ തന്നെ പ്രവർത്തിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് കൈവിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നത്. ഒപ്പം ഈ സുൽത്താൻ ഈ തസ്ലീമ പിടിയിലായെന്ന ഘട്ടത്തിൽ പോലും കുടുംബം ബന്ധപ്പെടുമ്പോൾ കുട്ടികൾ ഉണ്ടായിരുന്നില്ല, തനിക്ക് ഇതിനെ സംബന്ധിച്ച് അറിയില്ല എന്നുള്ള നിലപാടാണ്. പക്ഷേ ഇപ്പോൾ സുൽത്താൻ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒന്ന്. ഇതിനകത്ത് ഒരു പ്രധാന കണ്ണി, അതായത് സുൽത്താനാണ് എന്നുള്ളതും വ്യക്തമാകുന്നു. സിനിമാ മേഖലയുമായി പ്രവർത്തിച്ചു വരുന്ന ഘട്ടത്തിലാണ് ഈ സുൽത്താനുമായി പരിചയത്തിലൊക്കെ ആകുന്നതും പിന്നീട് ചെന്നൈയിലേക്ക് താമസം മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ രഞ്ജിത്ത്, ഇതിനകത്ത് ഏറ്റവും
പ്രധാനപ്പെട്ടത് ഇവർക്ക് മേലിൽ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു വലിയ റാക്കറ്റാണ്, ചെറിയ റാക്കറ്റ് അല്ല, വലിയ റാക്കറ്റാണ്. സുൽത്താനോ തസ്ലിമയിലോ ഒതുങ്ങുന്നതല്ല ഇത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് പല ബന്ധങ്ങളുമുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഇവർ ഉപയോഗിച്ച ഐഡന്റിറ്റി മഹിമ എന്നുള്ള ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റിയാണ് ഉപയോഗിച്ചതെന്ന് എക്സൈസ് പറയുന്നു. ഈ മഹിമ മണ്ണഞ്ചേരിക്കാരിയാണ്. ഒപ്പം തന്നെ ഈ മണ്ണഞ്ചേരിക്കാരെ തെസ്നി എന്ന യുവതിയാണ് ഇവര്. ഒപ്പം തന്നെ ഇവിടെ ഇപ്പോൾ മണ്ണഞ്ചേരിയിൽ ഈ തസ്ലീമയ്ക്കൊപ്പം അറസ്റ്റിലായിരിക്കുന്ന ആൾ മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസ് ആണ് എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് തസ്ലീമയെ ഇവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി സഹായിക്കാനൊക്കെ ചെന്നിരുന്നത് ഇവിടെ ഒരു ഹോട്ടലിൽ ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന മണ്ണഞ്ചേരി സ്വദേശി ഈ ഫിറോസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം അങ്ങനെ ഇല്ലേ എന്നുള്ള സംശയവും ഈ കുടുംബം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനകത്തോട്ടൊക്കെ അന്വേഷണ സംഘം കടന്നിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒപ്പം തന്നെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് കർണാടക കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു. പ്രമുഖ നടന് അത്തരത്തിൽ യുവതികളെ എത്തിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചാറ്റ് എക്സസിന് ലഭ്യമായിട്ടുണ്ടെന്ന് അവർ തന്നെ നമ്മളോട് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിലും ഇതിൽ മറ്റൊരു തലത്തിൽ പോലീസിന്റെ ലഹരി എന്നുള്ളത് എക്സൈസിന്റെ വിഷയമാണ്. അതിനപ്പുറത്തേക്ക് ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഇവരുമായി പോലീസ് തലത്തിൽ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ളതുമാണ് ഈ കേസിൽ. അതുതന്നെയാണ് കുടുംബം പറയുന്ന സംശയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പിന്നിൽ തുടക്കത്തിലും ഒടുക്കത്തിലും വലിയ ആളുകളുണ്ട്. ആ വലിയ ആളുകളെ പുറത്തു കൊണ്ടുവരില്ല. ഒരുപക്ഷെ തസ്ലീമയിലും സുൽത്താനിലും മാത്രമായി ഈ കേസ് വെളിച്ചം കാണാതെ പോകുമോ എന്നുള്ള ആശങ്ക ആ കുടുംബം പറയുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ഇവർ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് ഇവരെ രക്ഷപ്പെടണമെന്നോ ഒന്നുമില്ല. പക്ഷേ യഥാർത്ഥ ആളുകളെ കൂടി പിടികൂടണം എന്നുള്ള തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും വലിയ ഒരു വെളിപ്പെടുത്തൽ തസ്ലിമയുടെ സഹോദരന്റെ ഭാഗത്ത് നിന്ന് ന്യൂസ് 18 ഉണ്ടാകുന്നു. ശരണ്യ സ്നേഹജനോട് സംസാരിക്കുമ്പോഴാണ് തസ്ലിമ എന്ന രാജിയുടെ സഹോദരൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ പേര് രാജി എന്നാണ്. വർഷങ്ങളായി കുടുംബം ഉടുപ്പിയിൽ താമസിക്കുന്നു. കർണാടകയിൽ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരുപക്ഷെ പ്രീ പ്രൈമറി സ്കൂളുകളിലൊക്കെ ആയിരിക്കാം, പ്രീ പ്രൈമറി സ്ഥാപനങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയായിരുന്നു. സിനിമാ മേഖലയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ സാധാരണ കുടുംബമാണ്. സാമ്പത്തികമായി അച്ഛനെ ചികിത്സിക്കാൻ പോലും പണം ഇല്ലാതിരുന്ന ഒരു കുടുംബമാണ്. സഹോദരനുമായി അകന്നു, സഹോദരനെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തു, ലഹരി ഉപയോഗിക്കുന്നു, സിനിമാ ബന്ധങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലായപ്പോഴാണ് ഇത്തരം അകറ്റലുകൾ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. കാരിയറായി മാത്രമാണ് ഈ സ്ത്രീ പ്രവർത്തിക്കുന്നത് എന്ന് അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഭർത്താവ് സുൽത്താൻ ഇലക്ട്രിക് കട നടത്തിക്കൊണ്ടിരുന്ന ചെന്നൈ ഇലക്ട്രിക് ഷോപ്പുണ്ടായ സുൽത്താൻ അറസ്റ്റിലാകുന്നു. ഇയാളെ കർണാടക ആന്ധ്ര അതിർത്തിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു എക്സൈസ് സംഘം എന്നുള്ളതാണ്. ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എക്സൈസ് സംഘമുള്ളത്. വിവരങ്ങൾ അറിയുകയും വേണം. ഇവരെ സഹായിച്ചവരാരാണ് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയും വേണം. ശരണ്യ സ്നേഹിതരാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള.